പയ്യന്നൂരിലെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ആരാധനാ കേന്ദ്രമായ ശ്രീ വിഠോബ ക്ഷേത്രത്തിൻ്റെ 50ാം പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് സമാപ്തി കുറിച്ചുകൊണ്ടാണ് കാശി മഠാധിപതി രാഘവേന്ദ്ര തീർത്ഥ സ്വാമിജിയുടെ ഹസ്തങ്ങളാൽ സഹസ്രകുംഭാഭിഷേകം നടത്തുന്നത്. ഗൗഡസാരസ്വതർ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് അധിനിവേശ സമയത്ത് ഗോവയിൽ നിന്ന് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിപാലിക്കുന്നതിന് വേണ്ടി പലായനം ചെയ്ത് വടക്കൻ കേരളത്തിൽ അതുപോലെ തെക്കൻ കർണാടകയിലും വഞ്ചിയിലൂടെ വന്ന് സെറ്റിൽ ചെയ്തവരാണ്. ഏതാണ്ട് 2 നൂറ്റാണ്ട് മുമ്പാണ് പയ്യന്നൂരിൽ ഞങ്ങളുടെ സമുദായം എത്തിച്ചേർന്നത്. ഇവിടെ വന്നെങ്കിലും ഇവിടുത്തെ പൊതുസമൂഹവുമായി ഇഴകിച്ചേർന്ന് ജീവിച്ച് ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലാകെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഈ നമ്മുടെ സമുദായങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് പയ്യന്നൂരിൻ്റെ MLA ആയിട്ടുണ്ടായിരുന്ന ശ്രീ സുബ്രഹ്മണ്യ ഷേണായി, അതുപോലെ സ്വാമി ആനന്ദ തീർത്ഥൻ, KG മല്ലർ, N ഗംഗാധര ഷേണായി തുടങ്ങിയവർ. നമ്മുടെ സമുദായം കഴിഞ്ഞ 50 വർഷമായി പയ്യന്നൂർ തെക്കേ ബസാറിൽ ഞങ്ങളുടെ ആരാധനാമൂർത്തികളെ ആരാധിച്ചു വരികയാണ്. നമ്മുടെ വിഠോബ ക്ഷേത്രത്തിൻ്റെ 50ാം പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹസ്രകുംഭാഭിഷേക ചടങ്ങുകൾ 26ാം തീയതി മുതലൂടെ യാഗങ്ങളും അതുപോലെ തന്നെ ഹോമങ്ങളും ഹവനങ്ങളും അഭിഷേകങ്ങളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. 30ാം തീയതി കാശി മഠാധിപതിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സഹസ്രകുംഭാഭിഷേക ചടങ്ങ് നടക്കുന്നതെന്നും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു. ഗൗഡ സരസ്വത ബ്രാഹ്മണരുടെ പയ്യന്നൂരിലെ ശ്രീ വിഠോബ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്തു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം വളരെ വിശേഷപ്പെട്ടതാണ്. ഭാഷയിലും ആചാരത്തിലും സംസ്കാരത്തിലും വേറിട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമായി കരുതുകയാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിലും നമ്മുടെ മഹത്തായ പൈതൃകത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ക്ഷേത്രസന്നിധിയിൽ വരാൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യമായി കരുതുകയാണ്. ഇവിടെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രധാന സ്വാമിജി തന്നെ ഭാഗവാക്ക് ആവുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത. മാത്രമല്ല, ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത വിഠോബ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുടെ 50ാം വാർഷികം ആണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. ഈ മംഗളമുഹൂർത്തത്തിന് എല്ലാ വിജയങ്ങളും ഭാവുകളും നൽകുന്നു. സർവശക്തൻ്റെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Adana
Sadaha